ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തംബ്നെയിലിൽ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഒരു വർക്കൗട്ട് ബാച്ചാണ്. അതായത് CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും നല്ലപോലെ അറിയാം, പക്ഷേ അത് എങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരുമിച്ചിരുന്ന് വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താം. നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, നിങ്ങളുടെ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ നമ്മൾ ആൻസേഴ്സ് ഒന്നും തന്നെ എഴുതിയിട്ടുണ്ടാകില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് ബുക്ക് ആയിരിക്കും നമ്മൾക്ക് ഈ പറഞ്ഞ ഡിസ്കഷൻ സെഷനിൽ ഉണ്ടാകുക. അപ്പോൾ ഈ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാകും. മെജോറിറ്റി ഞാൻ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വൈസ് ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഓരോരോ യൂണിറ്റിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി. ഈ ക്വസ്റ്റ്യൻസിൽ വളരെ കൃത്യമായിട്ട് തന്നെ യൂണിറ്റ് വൈസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. RTP, MTP, അതുപോലെ മെറ്റീരിയൽ പറയുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഐഡിയ തരുന്നു, അതിനുശേഷം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ടിലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ 2 മാർക്കിന് വരുന്ന നോർമൽ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് റീസൺസ് പറയുക എന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെയും സ്റ്റുഡൻസ് ചെറിയ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് നമ്പർ 1 വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗിവിംഗ് ദ റീസൺസ് വെദർ ദ ഫോളോവിങ് ആർ പാർട്ട്ണർഷിപ്പ് ഓർ നോട്ട്. അപ്പോൾ 2 ചോദ്യമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എഴുതേണ്ടത്. ആൻസർ എഴുതും ഇങ്ങനെയാണ്, യെസ് ഓർ നോ എന്ന് എഴുതുക. അതായത് നമ്മുടെ ആൻസറിൽ ബുക്ക്ലെറ്റിൽ ഒരിക്കലും യെസ് നോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ യെസ് നമ്മൾ പറഞ്ഞ് എഴുതുന്നു, അതിനുശേഷം എന്തുകൊണ്ട് നിങ്ങൾ യെസ് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും റിലേറ്റഡ് ആയിരിക്കണം. അപ്പോൾ സാറേ ഞാൻ ഇതേപോലെ എഴുതണം, എനിക്ക് അതേപോലെ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് വളരെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ, അതായത് ഇതൊരു പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യമേ എഴുതേണ്ടത് സെക്ഷൻ നമ്പർ 4 ആണ്. സെക്ഷൻ നമ്പർ 4 എന്താ പറയുന്നത്? ഡെഫിനേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ സാറേ ഒരു പക്ഷേ ഈ 4 ക്വസ്റ്റ്യൻസ് വന്നു എന്ന് വെച്ചോ, 4 ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതണ്ട. അതായത് ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ, ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുന്നു, അതിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് തുടങ്ങുന്നു? പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞിരുന്നു. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞതാണ് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസ് ആണ്, അതേപോലെ തന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, ബിസിനസ്, പിന്നെ മ്യൂച്വൽ ഏജൻസി, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ സെക്ഷൻ നമ്പർ 4 എഴുതുക. അപ്പോൾ സാറിന് സെക്ഷൻ നമ്പർ 4 എനിക്ക് എഴുതാൻ അറിയത്തില്ല, എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ സെക്ഷൻ നമ്പർ 4 ഒരിക്കലും നിങ്ങൾ 1, 2, 3 നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബുള്ളറ്റ് പോയിന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആരോ മാർക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, ഇറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് എന്ന് എഴുതുന്നു. അതിനുശേഷം രണ്ടാമത്തത് എഗ്രിമെൻറ്റ്. മൂന്നാമത് എഴുതുന്നു നമ്മൾ ബിസിനസ് എന്ന് എഴുതുന്നു. ബിസിനസ് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക. അതിനുശേഷം ബിസിനസ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഇനി മറ്റേ ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. നിങ്ങൾക്ക് ഒരു പക്ഷേ എഴുതാൻ പറ്റിയില്ലെങ്കിൽ റൈറ്റ് മ്യൂച്വൽ ഏജൻസി. ഈ സെക്ഷൻ നമ്പർ 4 പറയുന്നത് ഇത് തന്നെയാണോ? ഇത് തന്നെയാണ്. ഓക്കെ, ഇത്രയും എഴുതി കഴിയുമ്പോൾ നമ്മുടെ സെക്ഷൻ നമ്പർ 4 അത് ഇവിടെ മാത്രമല്ല എവിടെയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കുക, XYZ എഗ്രി ടു ഡിവൈഡ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നത് ഇത് അതിൻ്റെ സെക്ഷൻ നമ്പർ 4 എഴുതുകയാണ്, നമ്മൾ വായിക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, Xഉം Yഉം Zഉം എഗ്രി ടു ഡിവൈഡ് ദ പ്രോഫിറ്റ് ഈക്വലി, but the losses if any is to be borne by X alone. Is it a case of partnership? ആദ്യമേ, അതായത് ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വരിക സെക്ഷൻ 4 മാത്രമായിരിക്കും. റീസൺസ് അത് ഓർത്ത് വെക്കുക. നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ICAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, Xഉം Yഉം Zഉം എന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവർ പ്രോഫിറ്റ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, but the losses if any is be borne by X alone. ഇത് നിങ്ങൾ എസെൻഷ്യൽ എലമെന്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് എൻ എസെൻഷ്യൽ എലമെന്റ് ആണോ? പക്ഷേ ഷെയറിംഗ് ഓഫ് ലോസസ് എന്ന് പറയുന്നതോ എസെൻഷ്യൽ എലമെന്റ് അല്ല. ആണോ? എസെൻഷ്യൽ എലമെന്റ് ആണോ? അല്ല. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഓക്കെ, ലോസസ് X മാത്രം എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോസ് X മാത്രം എടുത്താൽ പാർട്ട്ണർഷിപ്പ് ആകുമോ? ഉറപ്പായിട്ടും അതാണ് പാർട്ട്ണർഷിപ്പ് ആകും. അപ്പോൾ 2 മക്കൾ എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് കിട്ടി. എന്തുകൊണ്ടാണ് മക്കളെ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ നമ്മൾ എഴുതുന്നു ഇങ്ങനെ, നമുക്കറിയാവുന്ന ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ലാംഗ്വേജിൽ, സാറി ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ എപ്പോഴും വേണം, പക്ഷേ ഷെയറിംഗ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല, അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടേതായ ലാംഗ്വേജ് നമ്മൾ എഴുതി പഠിക്കുന്നത് എന്താണ്? ഇങ്ങനെ എഴുതുന്നു. റീസൺ എന്താണ്? ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് ആൻ
എസെൻഷ്യൽ എലമെൻറ്റ് ആണോ? യെസ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ്, അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. ഓക്കെ, രണ്ടാമത്തത് ബട്ട് ഷെയറിംഗ് ഓഫ്, ഞാനിത് സാധാരണ ലാംഗ്വേജിൽ എഴുതുന്നതാണ്, ബട്ട് ഷെയറിംഗ് ഓഫ് ലോസ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ എലമെൻറ്റ്, നോട്ട് ആൻ എസെൻഷ്യൽ എലമെൻറ്റ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതുന്നു. ഓക്കെ, അത് മനസ്സിലായോ? അത് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മുടെ ആൻസറിലേക്ക് വരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? എക്സ് എന്ന് പറഞ്ഞ ആൾ ഫുള്ള് ലോസ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, therefore ഇവിടെ നമ്മൾ പ്രൊവിഷനും ഫാക്ട്സും കൺക്ലൂഷൻ എന്ന രീതിയിൽ എഴുതുന്നുണ്ട്. 2 മാർക്കിൻ്റെ ആണ്, അത് എഴുതി സമയം കളയല്ലേ, കഥയാണ് സാറേ. നോ therefore it can be loss can be borne by a partner. Even therefore the entire loss എന്ന് എഴുതുക. Entire loss can be borne by a partner only. ഇതാണ് നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതല്ല നമ്മുടെ ആൻസർ എഴുതുന്നെങ്കിൽ നമ്മൾ പറയുന്നത് ദ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് അൻ എസെൻഷ്യൽ എലമെന്റ്, ദർ ക്യാൻ ബി നോ പാർട്ട്ണർഷിപ്പ് വെർ ഓൺലി വൺ ഓഫ് ദ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഷെയർ ദ ഹോൾ ഓഫ് ദ പ്രോഫിറ്റ്. പാർട്ട്നേഴ്സ് മസ്റ്റ് അഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഇൻ എ മാനർ ദേ ചൂസ്, ബട്ട് an agreement to share the losses is not an essential element. It is open to one or more partners to share. ഇതൊക്കെ എഴുതേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ഇത് എപ്പോഴും എന്തായിരിക്കണം? ഇത് സെക്കൻഡറി കാര്യമായിരിക്കണം, എപ്പോഴും സെക്കൻഡറി കാര്യമായിരിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കോൺസെപ്റ്റിൽ 1.5 മാർക്കെങ്കിലും, അതായത് മിനിമം 1 മാർക്കെങ്കിലും മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരുപാട് മെനക്കെട്ട് നമ്മൾ ഇത് നോന്ന് എഴുതിയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു സമയം എന്തിനു വേണ്ടി എടുക്കണം? മാക്സിമം ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എടുക്കണം. ഓക്കെ, യെസ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നമ്മൾ വായിക്കുന്നു. എക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷ്ഡാണ്, എഗ്രീസ് ടു പബ്ലിഷ് ബുക്ക് എറ്റ് ഹിസ് ഓൺ എക്സ്പെൻസ് റിട്ടൺ ബൈ വൈ. അപ്പോൾ ഇവിടം വരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം ഇത് ആരുടെ ബിസിനസ്സാണ്? പബ്ലിഷിങ്, എക്സിൻ്റെ മാത്രം ബിസിനസ്സാണ്. ഓക്കെ, എക്സ് ആ ബിസിനസ്സിൽ എന്താ ചെയ്തത്? വൈയോട് പറഞ്ഞത്, വൈയെ നീ എഴുതിയ ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ടു പേ വൈ ഹാഫ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ സംശയം ഇവിടെ വരും, സാറേ ഇപ്പോൾ ഇവിടെ എക്സും വൈ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു, എന്നിട്ട് എക്സിന് ബുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വൈ കൊടുക്കുന്നു, എന്നിട്ട് വിറ്റ് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അവർ തമ്മിൽ പാർട്ട്നേഴ്സ് ആണോ? ഓർത്ത് വെച്ചത് ആരുടെ ബിസിനസ്സാണ്? ഇത് എക്സിൻ്റെ മാത്രം ബിസിനസ്സാണ്. വൈ എന്നൊരു പാർട്ട്ണറാണോ? അല്ല. അതുകൊണ്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ഡസ് ദിസ് ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് പാർട്ട്ണർഷിപ്പ്? നെവർ എവർ. അതൊരു ചോദ്യം. രണ്ടാമത്, ഈസ് ലയബിൾ ടു എ പേപ്പർ ഡീലർ ഫോർ എ പേപ്പർ സപ്ലൈ ടു എക്സ് ടു പ്രിൻറ്റ് വൈ ബുക്സ്. ഇപ്പോൾ റോബിൻ എന്നൊരാൾ ഈ ബുക്ക് പ്രിൻറ്റ് ചെയ്യാൻ എക്സിന് പേപ്പർ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ എക്സ് എന്ത് ചെയ്യണം? റോബിന് പൈസ കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സ് കൊടുത്തില്ല, അപ്പോൾ വൈയും കൊടുക്കണോ? റോബിന് വൈ എന്നൊരാൾ കൊടുക്കണോ? അപ്പോൾ ആദ്യമേ ഡിഫൈൻ ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഇവിടെ പാർട്ട്ണർഷിപ്പ് ഇല്ല സാർ. കാരണം എന്താണ്? ഫസ്റ്റ് റീസൺ, നോ ബിസിനസ് ഇല്ല. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഏജൻസി ഉണ്ടോ? ഇല്ല. സിമ്പിൾ കോൺസെപ്റ്റാ. അപ്പോൾ എങ്ങനെ നമുക്ക് ആൻസർ എഴുതാം? ഹിയർ ഓക്കെ, ആൻസർ വളരെ കൃത്യമായിട്ടാണ് മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്നത്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, ഈ ഒരു കേസസിലെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് എ പ്രൈമ ഫേസ് എസെൻഷ്യൽ എവിഡൻറ്റ് തന്നെയാണ്. ഓക്കെ, അത് ലാസ്റ്റ് കോൺസെപ്റ്റ് അവർ പറഞ്ഞത്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് is prima facie, or first of all is essential. Okay, CIE. Okay, essential, prima facie is essential requirement. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിനൊന്ന് കൂട്ടി എഴുതിയാലും മതി ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് കൂട്ടി എഴുതിയാലും മതി. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് പ്രൈമ ഫേസ്. ബട്ട് ഇഫ് mutual agency is absent, then there is no partnership. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇത്രയുള്ള ഒരു പക്ഷേ സാർ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിലോ, ഇവിടെ എക്സും വൈയും ഒരുമിച്ച് ഒരു പബ്ലിഷിങ്ങിൻ്റെ ബിസിനസ് ചെയ്യുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ബിസിനസ് ചെയ്യുന്ന ആര് മാത്രമാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി എഴുതാം. ഹിയർ ദെർ ഈസ് നോ ബിസിനസ്. ഇവർ തമ്മിൽ ബിസിനസ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് എഴുതി വെക്കാം. അപ്പോൾ 2 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? എങ്ങനെ എഴുതേണ്ടെന്ന് ചെറിയ രീതിയിൽ മനസ്സിലായി വരുന്നില്ലേ? ഓക്കെ, ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം.
ഇതിനകത്ത് നമുക്ക് ഞാനൊരു ഹിൻറ്റും കൂടെ പറയുന്നു, അതെങ്ങനെ ആൻസർ സോൾവ് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. മൂന്നാമത്, എയും ബിയും ഒരു ടീ ഷോപ്പ് പർച്ചേസ് ചെയ്തിട്ട് അഡീഷണൽ എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ട്, അതായത് സാധന സാമഗ്രികൾ മേടിക്കാൻ വേണ്ടി, അതിനുശേഷം ആ എക്സ്പെൻസസിനെ 50-50 അവർ വഹിച്ചു. ഓക്കെ, ഇവിടെ ഒന്ന് നിർത്തുക. എന്നിട്ട് ഒരു ടീ ഷോപ്പ് എന്താണ് ചെയ്തത്? ടീ ഷോപ്പ് നടത്തിയോ? ഇല്ല. ആ ടീ ഷോപ്പ് അവർ ലീസിന് കൊടുത്തു. സോ ദ വേർഡ് ലീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലീസ്ഡ് ഔട്ട്. ഈ ലീസ്ഡ് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെന്ത് വെക്കാം? ഈവൻ റെൻറ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. റെൻറ്റിന് കൊടുത്തു. ഓക്കെ, റെൻറ്റിന് കൊടുത്തു, ഡെയിലി റെൻറ്റിന് കൊടുത്തു. ആ റെൻറ്റ് ആര് തമ്മിൽ ഡിവൈഡ് ചെയ്തു? ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ സാറേ, ഇതൊരു പാർട്ട്ണർഷിപ്പ് ആണോ എയും ബിയും തമ്മിൽ? നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ് പോലെ തോന്നിയാലും ശരിക്കും ഇവർ തമ്മിൽ പാർട്ട്ണർഷിപ്പ് ഇല്ല. അതായത് രണ്ട് കോൺസെപ്റ്റാണ്. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷിംഗ് ആവുന്നൊരു കോൺസെപ്റ്റാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതും കോ ഓണർഷിപ്പ് എന്ന് പറയുന്നതും. കോ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നോർമലി വരുന്നത് എങ്ങനെയാണ്? നോർമലി ഈ പാരമ്പര്യമായിട്ട് ഒരപ്പൻ്റെ പ്രോപ്പർട്ടി മക്കളിലേക്ക് രണ്ടുപേർക്കും എന്താണ് ഡിവൈഡ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതാണോ പാർട്ട്ണർഷിപ്പ് ആണോ എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഡിഫിക്കൽട്ട് ആയൊരു കാര്യം. അപ്പോൾ ഞാൻ കുറച്ച് ഹിൻറ്റ് പറയാം, അത് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ. ഇങ്ങനെയാണ്, ഏതെങ്കിലും രീതിയിൽ ലീസ്ഡ് ഔട്ട് ആൻഡ് റെൻറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾവേസ് നോട്ട് ദ പാർട്ട്ണർഷിപ്പ്. നോക്കി, ഡെയിലി റെൻറ്റ്, അതായത് ഇതിൻ്റെ ഫസ്റ്റ് ടാസ്ക്, ഇതാണ് ഫസ്റ്റ് ടാസ്ക് ആണോ? ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് നടന്ന കാര്യങ്ങൾ, രണ്ടാം നടന്ന കാര്യം. ഓക്കെ, ഇങ്ങനെയാണ് ഹിൻറ്റ് ഞാൻ പറയാം. ഫസ്റ്റ് ഹിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ജോയിൻറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ കോ ഓണർഷിപ്പ്. ഇവിടെ നോക്കണേ, ഇവിടെ ശ്രദ്ധിക്കുക, കോ ഓണർഷിപ്പ്. ഓക്കെ, ഫസ്റ്റ് ഇത് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് ലൈൻ. രണ്ടാമത്തെ ലൈൻ റെൻറ്റ് ഓർ ലീസ് ആണെങ്കിൽ ഹിൻറ്റ് പറയുന്നതാണ്, അവിടെ എന്തില്ല? ഈസ് ഈക്വൽ ടു നോ പാർട്ട്ണർഷിപ്പ്. വൈ? വാട്ട് ഈസ് എ റീസൺ? ഇപ്പോൾ യെസ് നോ എന്നായി. ഓക്കെ, വാട്ട് ഈസ് എ റീസൺ? ബിക്കോസ് നോ ബിസിനസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകാം. ഫസ്റ്റ് ലൈനിൽ, അതായത് ആദ്യത്തെ പാർട്ടിൽ ഒരു കോ ഓണർഷിപ്പ് റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ നമുക്കതിനെ ജോയിൻറ്റ് ഓണേഴ്സ് നമുക്ക് പറയാൻ പറ്റും. നോർമലി പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഒരു കോ ഓണേഴ്സ് എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്, ആ റെൻറ്റ് ഒക്കെ വരുമ്പോൾ, ഇത് രണ്ടാമത്തെ പോയിന്റ് റെൻറ്റ് ആണെങ്കിൽ ഓബിയസ്ലി ഫസ്റ്റ് പോയിന്റിൽ എപ്പോഴും അതൊരു കോ ഓണർഷിപ്പ് ആയിരിക്കും. ഈ രണ്ട് ക്രൈറ്റീരിയയും കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ഉണ്ടാകില്ല. കാരണം എന്തില്ല? അവർ തമ്മിൽ ബിസിനസ് ഇല്ല. ഇതാണ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഇത്? കണ്ടോ, എയും ബിയും കോർണേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഞാൻ പറയാം. ഇത് നോക്കി. എട്ടാമത്തെ, എയും ബിയും കോർണേഴ്സ് ആണ്. അതവന് റെൻറ്റ് കൊടുത്തോ? പാർട്ട്ണർഷിപ്പ് ആണോ? അല്ല. കാരണം എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് കോർണർ വന്നോ? ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് റെൻറ്റ് വന്നോ? ഓക്കെ. അവർ തമ്മിൽ എന്തില്ല? പാർട്ട്ണർഷിപ്പ് ഇല്ല. കാരണം എന്താണ്? നോ ബിസിനസ്. ഫോർമുല മനസ്സിലായോ? അപ്പോൾ സാറേ, ഒരു പക്ഷേ ആദ്യമേ കോർണേഴ്സ് പിന്നെ റെൻറ്റ് ഇല്ലെങ്കിലോ? ഇവിടെ നോക്കിക്കേ, കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, പ്ലസ് റെൻറ്റ് ഉണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്തു? ബിസിനസ് ചെയ്തു. അപ്പം നേരത്തെ ചായക്കടയിൽ അവർ ആ ചായക്കട ലീസിന് കൊടുക്കുന്നതിന് പകരം ആ ചായക്കട അവർ നടത്തിയിട്ട് അത് അതൊരു ബിസിനസ്സാണ്. അതിനകത്ത് വരുന്ന പ്രോഫിറ്റാണ് അവരെടുത്തതെങ്കിലോ അത് ബിസിനസ്സാണ്. ഇവിടെ എന്താണ്? ഫസ്റ്റ് സെക്കൻഡ് ക്രൈറ്റീരിയ ഇല്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ബിസിനസ് എന്നുണ്ട്. ഇവിടെ കോ ഓണേഴ്സ് വന്നു കഴിയുമ്പോഴേ പാർട്ട്ണർഷിപ്പ് അല്ലാതാകില്ല. ഓർത്ത് വെക്കുക, കോ ഓണേഴ്സ് പ്ലസ് അവർ വെറും ലീസിനാണ് കൊടുത്തതെങ്കിൽ അവരെന്താ ബിസിനസ് ചെയ്യുന്നത്? ചുമ്മാ ഒരു പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുന്ന ബിസിനസ് അല്ലല്ലോ. ലീസിന് കൊടുക്കുന്ന ബിസിനസ് അല്ല അവർ ചെയ്യുന്നത്. അവർ കിട്ടിയൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവർ മേടിച്ചൊരു പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുന്നു. ബിക്കോസ് ദർ ഈസ് നോ ബിസിനസ്. ഇവിടെ എന്താണ്? ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓബിയസ്ലി എന്താണ്? അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. യെസ്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ബിക്കോസ് വൈ? എക്സിസ്റ്റ് ഓഫ് എ ബിസിനസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തു, ദിസ് വൺ, ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തു, അതിനുശേഷം ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തു, അതിനുശേഷം ഇത് ഡിസ്കസ് ചെയ്തു, രണ്ടാമത് ഡിസ്കസ് ചെയ്തു,
ഒന്നാമത്തെ ഡിസ്കസ് ചെയ്തു. കറക്റ്റ് ആണോ? ഇനി നമ്മൾ നോക്കുന്നു വളരെ സിമ്പിളാണ്. എയും ബിയും ഒരു കമ്മോഡിറ്റി എക്സ് മേടിച്ചു. ആൻഡ് എഗ്രി ടു സെൽ ദ കമ്മോഡിറ്റി വിത്ത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈക്വലി. സിമ്പിളായിട്ട് നിങ്ങൾ 10 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു. 10 രൂപയ്ക്ക് മേടിച്ചത് എയും ബിയും കൂടെ ഒരുമിച്ച് മേടിച്ചു. ഓക്കെ, ഇതേ സാധനം 20 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, ആൻഡ് 20 രൂപയ്ക്ക് വിറ്റിട്ട് എക്സ്ട്രാ വരുന്ന 10 രൂപയിലെ അത് ഇവർ രണ്ടിനോട് ഷെയർ ചെയ്തു 50% 50%. ഇതൊരു ബിസിനസ് ആണോ സാറേ? ഇതൊരു ബിസിനസ് ആണോ? ഓബിയസ്ലി ഇതല്ലേ ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു സാധനം മേടിക്കുന്നത്. അപ്പോൾ സാർ ഇതിൻ്റെ വ്യത്യാസം എന്താണ്? ഈ ടീ ഷോപ്പിൻ്റെയും ഇത് വിറ്റു, വാടകയ്ക്ക് കൊടുത്തു, രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്മോഡിറ്റി എക്സ് ഒരു സാധനം മേടിച്ചിട്ട് അതേ കമ്മോഡിറ്റിനെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈക്വലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടെന്നർത്ഥം? ബിസിനസ് ഉണ്ടെന്നർത്ഥം. പാർട്ട്ണർഷിപ്പാണോ? യാ, ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ്. വൈ? ബിക്കോസ് ദെയർ ഈസ് ബിസിനസ്, ദെയർ എക്സിസ്റ്റ് എ ബിസിനസ്. സിമ്പിളായിട്ട് ഒരു ലൈനിൽ എഴുതിയാൽ മതി. നിങ്ങൾ 2-3 ലൈനിൽ എഴുതണമെന്നില്ല. ചില സ്ഥലത്ത് മാത്രം എന്ത് എഴുതാൻ പറ്റും? നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എഴുതാനുള്ളൂ. ചില സമയത്ത് ഭയങ്കര ഈസിയാണ്. എന്താണ് ഇവിടെ? ബിക്കോസ് ദെയർ ഈസ് എ ബിസിനസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, സോ ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ്. സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. കൺക്ലൂഷൻ പോലെ എഴുതിയാലും മതി. പ്രൊവിഷൻ കൺക്ലൂഷൻ മിക്സ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് പിള്ളേർ കൺഫ്യൂഷൻ ആവുന്നൊരു ചോദ്യമാണ്. 2 firms each having 12 partners combined by an agreement into 1 firm. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സാർ ഇവർ തമ്മിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? സാധാരണ സാർ നമ്മളിങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. 2 പാർട്ട്ണർഷിപ്പ് ഫോം ഒരുമിച്ചാകാൻ പറ്റും. ഇവിടെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്? 2 firms നമുക്ക് നോക്കാം. എ എന്നൊരു ഫേം ഉണ്ട്, ബി എന്നൊരു ഫേം ഉണ്ട്. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട് സി എന്നൊരു ഫേം തുടങ്ങി. ഓക്കെ, അപ്പോൾ സാർ ഇത് പോസിബിൾ ആണോ? പോസിബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പോസിബിൾ ആണ്. എന്താണ് പോസിബിൾ? പോസിബിൾ അല്ലാത്ത എന്താണെന്ന് ഞാൻ പറയാം. എ ഫേമും ബി ഫേമും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ട് സി ഫേം തുടങ്ങി. അവിടുത്തെ ഇപ്പോൾ പാർട്ട്നേഴ്സ് എ ഫേമും ബി ഫേമും ആണെങ്കിൽ പോസിബിൾ അല്ല. കാരണം എന്താണ്? ഒരു ഫേമിൽ വേറെ ഫേമിന് പാർട്ട്ണർ ആകാൻ പറ്റില്ല. പക്ഷേ പോസിബിലിറ്റി എന്താണ്? എ ഫേമിലെ 12 ആൾക്കാരും ബി ഫേമിലെ 12 ആൾക്കാരും ചേർന്നിട്ട് സി ഫേം തുടങ്ങി. സി ഫേമിൽ ഇപ്പോൾ 24 പാർട്ട്നേഴ്സ്. ഇതാണ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ അങ്ങനെ ഊഹിക്കണം. കാരണം ഇവിടെ എപ്പോഴും എന്താണ്? കമ്പൈൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ തന്നിരിക്കുന്ന ഒരു സംഭവമായിരിക്കും എപ്പോഴും. അവിടെ എപ്പോഴും എന്തുണ്ടായിരിക്കും? പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ സാറേ? ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എന്തിനു വേണ്ടി ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉള്ളത്? യെസ്, ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എന്താണ് പാർട്ട്ണർഷിപ്പ്? ദെയർ ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഓർത്ത് വെക്കുക, നമ്മുടെ 5 എസെൻഷ്യൽ എലമെൻ്റ് ഇല്ലേ, അതിനകത്ത് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ സാർ ഒരു പക്ഷേ എനിക്ക് അറിയത്തില്ല, ഞാൻ എല്ലാം എഴുതി വെച്ചാൽ പോസിബിലിറ്റീസ് ഭയങ്കര കുറവായിരിക്കും കിട്ടാനുള്ളത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി എസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് റീസൺ എഴുതാൻ പറ്റിയില്ലെങ്കിലും യു വിൽ ഗെറ്റ് മാർക്സ് ഫോർ എസ്. ഓക്കെ, ഓർത്ത് വെക്കുക. സോ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ? എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ സെഷനിലെ ലാസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഇൻഡിവിജ്വൽസ് ഫോം ആൻ അസോസിയേഷൻ വിച്ച് ഈച്ച് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട്സ് ₹5,000 ആനുവലി. ഓക്കെ, the objective of the association to produce clothes and distribute the clothes free to war widows. Now the question comes, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒരു ബിസിനസ്സാണ്. ഞാൻ 10 രൂപ സാധനം മേടിച്ചിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സാണോ? ഒരിക്കലുമല്ല. അതെന്താ പറയുന്നപ്പേ? അത് നമ്മൾ പറയുന്നത് ചാരിറ്റിയാണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് എന്താണ്? ഇത് പാർട്ട്ണർഷിപ്പാണോ? നോ, ബിക്കോസ് നോ ബിസിനസ്. A partnership cannot carry a charitable activity. Always എന്തായിരിക്കണം? There must be there must be business ഉണ്ടായിരിക്കണം. ആൻഡ് മോട്ടീവ് എന്തായിരിക്കണം? മോട്ടീവ് ഗെയിൻ അക്വയർ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അക്വിസിഷൻ ഓഫ് ഗെയിൻ ആയിരിക്കണം. അപ്പോൾ ഈ അക്വിസിഷൻ ഓഫ് ഗെയിൻ എന്ന് പറയുന്നതും ബിസിനസ് എന്ന് പറയുന്നതും പിന്നെ ചാരിറ്റബിൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കീവേഡ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം. അത് ആദ്യമേ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയും. ആദ്യമേ പെർഫെക്ഷന് വേണ്ടി പോകല്ലേ. ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ശരിയായിട്ടുള്ള ഉത്തരം തന്നെ എന്തെങ്കിലും എഴുതാൻ പറ്റുമെന്ന് നോക്കുക. തെറ്റായുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് എഴുതുന്നേക്കാൾ നല്ലത് ശരിയായിട്ടുള്ള ഉത്തരം അറിയാവുന്ന പോലെ എഴുതുന്നതാണ് അല്ലേ? അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടും. ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് നമ്മളിനി എങ്ങനെയാണ് വലിയ ക്വസ്റ്റ്യൻസ്, അതായത് ഈ പറഞ്ഞ
5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഈ വർക്ക് ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പ്രൊവിഷൻസും ഫാക്ട്സും കൺക്ലൂഷൻസും എന്താണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഏതാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കുറച്ച് കണ്ടന്റ്സ്, കുറച്ച് ഹിൻറ്റുകളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. ഇതേപോലെ നമ്മൾ മാക്സിമം എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്താണ് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രാക്ടീസ് ഇപ്പോൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മുടെ സെക്ഷൻ 28 ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം യൂണിറ്റ് നമ്പർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ നമ്മുടെ ഒരു ആൻസർ ഷീറ്റ്, നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പേജ് ഉണ്ടായിരിക്കും. ഇത്രയും വലുത് കാണുമ്പോൾ എൻ്റെ പൊന്നോ സാറേ ഞാനിത് വായിക്കണോ എന്നൊരു വലിയൊരു ചോദ്യം വരും. അപ്പോൾ ഇവിടെ ശരിക്കും ഇതിൻ്റെ ആൻസർ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, സെക്ഷൻ 28 എഴുതുക എന്നൊരു സംഭവം മാത്രമാണ്. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ വളരെ കൃത്യമായിട്ടും ഫാക്ട്സും കൺക്ലൂഷനാണ്. ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ മാർക്ക് ഡിവൈഡേഴ്സ് ഒക്കെ പ്രൊവിഷന് 2 മാർക്സ് ഉണ്ട്, ഫാക്ട്സ് നമുക്ക് 1 മാർക്ക് കിട്ടും, കൺക്ലൂഷന് 2 മാർക്ക് കിട്ടും. ഓക്കെ, ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് 2, 1, 1 കിട്ടും. ഇനി കൺക്ലൂഷൻ കൂടുതലുണ്ടെങ്കിൽ 1, 1, 2 കിട്ടും. അതെല്ലാം എന്താണ് ആ ക്വസ്റ്റ്യൻസിന് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസിൽ എക്സാമിനേഷനിൽ പറയാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഊഹിക്കണം ഫാക്ട്സിന് എപ്പോഴും ഒരു ചെറിയ മാർക്ക് ഉണ്ടാവുകയുള്ളൂ, പ്രൊവിഷനും ഫാക്ട്സിന് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കൺസെപ്റ്റ്, ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സെപ്റ്റംബർ എക്സാമിനേഷന് വേണ്ടിയും മുന്നിലുള്ള എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എത്ര പറ്റുമോ നമുക്ക് അത്രയും ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊരു സക്സസ്സിൽ ഞാനും കൂടെ പങ്കാളിയാകുന്നതെന്ന് മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നതോടും വരെയും ഓൾ ദി വെരി ബെസ്റ്റ്.